തമിഴ്നാടിന് കപ്പൽശാലകൾ സ്ഥാപിക്കാനായി 30,000 കോടി രൂപയുടെ നിക്ഷേപവുമായി കേന്ദ്ര സർക്കാർ. ആദ്യഘട്ടത്തിൽ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രഖ്യാപനം. ഇതോടെ കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയിലും തമിഴ്നാട് ഒരു ആഗോള കേന്ദ്രമായി ഉയരും. കേരളം കപ്പൽ നിർമ്മാണ കമ്പനികളുടെ സാധ്യതകൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് തമിഴ്നാട് വികസനത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തമിഴ്നാടിന് കപ്പൽശാലകൾ സ്ഥാപിക്കാൻ 30,000 കോടി രൂപയുടെ നിക്ഷേപവുമായി കേന്ദ്ര സർക്കാർ വരുന്നു എന്നത്. ആദ്യഘട്ടത്തിൽ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടാണ് പ്രഖ്യാപനം. അതായത് ഈ പദ്ധതി വരുമ്പോൾ തന്നെ 10,000 തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. ഇതോടെ കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ നൂതന സാങ്കേതിക വിദ്യയിലും തമിഴ്നാട് ഒരു ആഗോള കേന്ദ്രമായി ഉയരും. കേരളം കപ്പൽ നിർമ്മാണ കമ്പനികളുടെ സാധ്യതകൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് തമിഴ്നാട് ഈ വികസനത്തിൻ്റെ പുതിയ വാതിൽ തുറന്നിട്ട് ഇരിക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരും. ടിൻഡു, വലിയൊരു മറ്റൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നു കേന്ദ്ര സർക്കാർ. 30,000 കോടിയുടെ നിക്ഷേപം. വിവരങ്ങൾ. കൃഷ്ണരാജ്, തമിഴ്നാടിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുത്തൻ സമ്മാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 30,000 കോടി രൂപയുടെ നിക്ഷേപമാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡും അതോടൊപ്പം തന്നെ മസഗോൺ ഡോക്ക് ഷിപ്പ്യാർഡും കൂടി ചേർന്നിട്ടാണ് 30,000 കോടി രൂപയുടെ നിക്ഷേപ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ രണ്ട് ധാരണാപത്രം ഒപ്പിടുന്നതിലൂടെ ഏകദേശം 55,000 പേർക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഈ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ധാരണാപത്രങ്ങൾ ഒപ്പിടുക. തമിഴ്നാട് കേന്ദ്രീകരിച്ച് വരുന്ന കപ്പൽ നിർമ്മാണശാലകൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക ഇപ്പോൾ നിക്ഷേപമായി നൽകുന്നത്. ഇതോടുകൂടി തന്നെ തമിഴ്നാട് ഒരു ആഗോള തലത്തിലൊരു ഹബ്ബായി മാറും. കപ്പൽ നിർമ്മാണശാലകളുടെ ഹബ്ബായി മാറാൻ തമിഴ്നാടിന് സാധിക്കുമെന്നുള്ള വിലയിരുത്തൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് നരേന്ദ്രമോദി സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എക്സിൽ ഈ വിവരങ്ങൾ കുറിക്കുന്നത്. നമുക്കറിയാം, കേരളവുമായി ബന്ധപ്പെട്ട പൂവാറിലാണ് ഒരു കപ്പൽ നിർമ്മാണശാല വരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നേരിട്ട് സ്ഥലം കണ്ടെത്തി കൊടുക്കാനായിട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് സംസ്ഥാന സർക്കാരിന് മാസങ്ങൾക്ക് മുമ്പ് കത്ത് വന്നിരുന്നു. അത് ജനം ടി വി തന്നെയാണ് വാർത്തയാക്കിയിരുന്നത്. പക്ഷേ ആ കത്തിന് മറുപടി നൽകാനോ അത്തരത്തിൽ സ്ഥലം കണ്ടെത്തി കൊടുക്കാനോ കേരളം തയ്യാറായിരുന്നില്ല. കേരളം ആ സാധ്യതകൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് തമിഴ്നാട് ഇത്രയും വലിയൊരു നിക്ഷേപ തുകയുമായിട്ട്, അല്ലെങ്കിൽ തമിഴ്നാട് ഇത്രയും വലിയ നിക്ഷേപങ്ങൾക്ക് വേണ്ടി കളമൊരുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അന്താരാഷ്ട്ര മാരിടൈം മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയും കൂടിയാണ് കേരളം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവസരങ്ങളൊന്നും അവർ കണക്കായി എടുക്കുകയോ അല്ലെങ്കിൽ ഈ അവസരങ്ങളൊന്നും മുതലാക്കുകയോ ചെയ്യുന്നില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് തമിഴ്നാട് ഈ അവസരങ്ങൾ കൂടി മുന്നിൽ കണ്ട് ഇത്തരത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് തൂത്തുക്കുടി തുടങ്ങിയ മേഖലകളിൽ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തെ ഗുരുതരമായി ബാധിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഒരുപക്ഷേ തെക്കൻ സംസ്ഥാനങ്ങളിലെ കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോമണായിട്ട് നൽകിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് താല്പര്യം പ്രകടിപ്പിക്കുകയും തമിഴ്നാടിന് ഇത്രയും വലിയൊരു തുക കപ്പൽ നിർമ്മാണശാലകൾ നിക്ഷേപമായി തന്നെ ലഭിക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണ് ഒരുപക്ഷേ കേരളത്തിൽ ലഭ്യമാകേണ്ട ഈ പദ്ധതികൾ മറ്റ് സംസ്ഥാനത്തു കൂടി പോകുന്നത് എന്ന് ഈ ഘട്ടത്തിൽ കൂടി പറയേണ്ട കാര്യമുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര മേഖലയിൽ ഒരു കപ്പൽ നിർമ്മാണശാലയിലെ ഹബ്ബായി തമിഴ്നാട് മാറുവാൻ പോവുകയാണ്. തമിഴ്നാടിന് വേണ്ടി പ്രത്യേക താല്പര്യപ്രകാരം കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിൽ 2 നിക്ഷേപ ധാരണാപത്രങ്ങൾ കൊണ്ടുവരുന്നത്. 2 പ്രമുഖരായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള 2 പ്രമുഖ കമ്പനികളാണ് ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഘട്ടത്തിൽ ഈ പദ്ധതികളെല്ലാം തമിഴ്നാട് സർക്കാരിൻ്റെതാക്കി മാറ്റാനും ഒരു ശ്രമം നടത്തും. എന്തായാലും 30,000 കോടി രൂപയുടെ നിക്ഷേപം, അതിലൂടെ 55,000-ഓളം പേർക്ക് ഡയറക്റ്റായിട്ട് തൊഴിൽ ലഭിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ മാരിടൈം മേഖലയിലെ വികസനവും അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ഒരു വികസനവും കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൃഷ്ണരാജ്, നമ്മുടെ തലസ്ഥാനത്ത് ഇതുപോലൊരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് കേന്ദ്രം അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് എങ്ങും എത്തിയില്ല എന്നൊരു വാർത്ത ടിൻഡു ആണോ ശാലിനിയാണോ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്തയും ഉണ്ടായിരുന്നു. അതായത് ഒരു വശത്ത് ഇത്തരം വാർത്തകളെ, ഇത്തരം പദ്ധതികളെ സ്വീകരിക്കാൻ ഒരു സംസ്ഥാനവും അത് നൽകാൻ കേന്ദ്രവും തയ്യാറാകുമ്പോൾ മറുവശത്ത് തൊഴിലവസരങ്ങളൊക്കെ നശിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ സംസ്ഥാനം, നമ്മുടെ സർക്കാർ നിലപാടെടുക്കുന്നു, അല്ലേ?
ധനമന്ത്രി ഈ വാർത്ത സ്ഥിരീകരിച്ചതും കപ്പൽ നിർമ്മാണശാലകൾ കൊണ്ടുവരാമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ജനം തന്നെ പ്രതികരണമായിട്ട് നൽകിയതുമാണ്. ഈ വിഷയം ബജറ്റിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. തലസ്ഥാനത്ത് അല്ലെങ്കിൽ പൂവാറിൽ ഇത്തരത്തിലൊരു കപ്പൽ നിർമ്മാണശാല കൊണ്ടുവരിക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കൂടുതൽ തൊഴിൽ മേഖലകൾ, തൊഴിലവസരങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിലൊരു മാരിടൈം മേഖലയിൽ വികസന കുതിപ്പിലൂടെ മുന്നോട്ട് പോകുന്ന തുറമുഖവും കൂടിയാണ്. തുറമുഖത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുറമുഖത്തോടനുബന്ധിച്ച് തന്നെ കപ്പൽ നിർമ്മാണശാല വരുമ്പോൾ അതൊരു പക്ഷേ ഒരു വലിയ ജനപദത്തെ അല്ലെങ്കിൽ വലിയ ഒരു മേഖലയെ വികസനത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൂടിയാണ്. പക്ഷേ സർക്കാർ അത് വ്യക്തമായിട്ട് തന്നെ അത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കാനായിട്ടോ സ്ഥലം കണ്ടെത്താനോ ആയിട്ടോ ഒന്നും ശ്രമിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 9 സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിൽ കടൽ തീരമുള്ളത്. ഈ 9 സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇത്തരത്തിൽ കത്ത് നൽകിയിരുന്നത്. താല്പര്യമുള്ള സംസ്ഥാനങ്ങൾ സ്ഥലം കണ്ടെത്തി കപ്പൽ നിർമ്മാണശാലകൾ സ്ഥാപിക്കാനായിട്ട് മറുപടി നൽകുക എന്നായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തമിഴ്നാട് മാത്രമാണ്. ഒരു പക്ഷേ ഈ തമിഴ്നാട്, അല്ല കർണാടക, കേരളം, ഇതിൽ 3 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ തമിഴ്നാട് മാത്രമാണ് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് മറുപടി നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 30,000 കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് നൽകുന്നത്. അന്താരാഷ്ട്ര തുറമുഖം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ഇന്റർനാഷണൽ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര മാരിടൈമിന്റെ ഇന്റർനാഷണൽ മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏതാണ്ട് 9,000 കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങൾക്ക് താല്പര്യം അറിയിച്ചുകൊണ്ടുള്ള കമ്പനികൾക്ക് മറുപടി കൊടുത്തിട്ടുള്ള തമിഴ്നാട് തന്നെയായിരുന്നു. അന്നും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഭാഗത്തു നിന്നും കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആ ഘട്ടത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആ നിക്ഷേപം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നഷ്ടപ്പെട്ടു പോയത്. എന്തായാലും ഇത്തരത്തിൽ നിരന്തരം വരുന്ന അവസരങ്ങൾ സംസ്ഥാന സർക്കാർ തട്ടിക്കളയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ടും വികസനത്തിന് വേണ്ടിയിട്ടും മുതലാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ്. ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി തമിഴ്നാടിൻ്റെ പ്രാധാന്യം ഈ അന്താരാഷ്ട്ര മാരിടൈം ചാർട്ട് അല്ലെങ്കിൽ മാപ്പിൽ കുറഞ്ഞു വരികയായിരുന്നു. പക്ഷേ അതിനെ നികത്താനായിട്ട് ഒരുപക്ഷെ ഈ കപ്പൽ നിർമ്മാണശാല അല്ലെങ്കിൽ കപ്പൽ നിർമ്മാണ കമ്പനികളെ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം വിഴിഞ്ഞം തുറമുഖത്തെ ആശ്രയിച്ച് വരുന്ന അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന് സമീപമായിട്ട് വരുന്ന ഒരു കപ്പൽ നിർമ്മാണശാല ഒരുപക്ഷെ അത് തമിഴ്നാടിനും ഭീഷണി ഉണ്ടാക്കുമായിരുന്നു. ആ ഘട്ടത്തിലാണ് അവസരം മുതലെടുത്തുകൊണ്ട് അവർ ഈ ഒരു ഓഫർ കൈനീട്ടി സ്വീകരിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ 30,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ എക്സിൽ പങ്കുവച്ചത്. കൃഷ്ണരാജ്. ശരി, തമിഴ്നാടിന് കപ്പൽശാലകൾ സ്ഥാപിക്കാനായി 30,000 കോടി രൂപയുടെ നിക്ഷേപവുമായി കേന്ദ്ര സർക്കാർ വരുന്നു. ആദ്യഘട്ടത്തിൽ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ പ്രഖ്യാപനം. കേരളത്തിലും ഇങ്ങനെ കപ്പൽ നിർമ്മാണശാലയ്ക്കുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിയും നടപ്പായിട്ടില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.